അവിടുന്ന് നമ്മൾ നേരെ പോയത് കറക്റ്റ് പറഞ്ഞാൽ വെള്ളപ്പാറ, ഇടുക്കിയിൽ തന്നെ വെള്ളപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹിൽ വ്യൂ പാർക്കിലാണ് കേട്ടോ. അവിടെ നിന്ന് നേരെ അങ്ങോട്ടാണ് പോയത്. ചെന്ന പാടെ തന്നെ എല്ലാവരും ഉപ്പിലിട്ട സാധനങ്ങളുടെ മണ്ടയിലായി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാങ്ങ ഉപ്പിലിട്ടത്, അതേപോലെ പൈനാപ്പിൾ ഉപ്പിലിട്ടത്, നെല്ലിക്ക ഉപ്പിലിട്ടത്. അതിൻ്റെ ഇടയിൽ എൻ്റെ മോൻ എന്തോ ഒരു ശോകം. അങ്ങനെ ചേട്ടൻ അത് മാറ്റിയെടുക്കാനുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ വന്നിട്ട് 2 കടയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പുറത്ത്. അവിടെ അപ്പുറത്തല്ല, അവിടെ 2 കടയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഒരു സൈഡിൽ തൊപ്പിയും മറ്റേ അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു. അപ്പോൾ അത് മേടിക്കാനുള്ള തിരക്കിലായിരുന്നു ചേച്ചിമാരും ടീമും. അപ്പോൾ ഞാൻ അന്നേരം മേടിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ചേച്ചിയുടെ മക്കളും അവരും എല്ലാം മേടിച്ചു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു അത്. പ്രത്യേകിച്ച് എനിക്ക് എന്തോ പൈനാപ്പിൾ ഉപ്പും മറ്റേ മുളക് പൊടിയൊക്കെ തേച്ച് തന്നത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഒരു കവർ മേടിച്ചു. അങ്ങനെ ഇത് മേടിച്ച് കയ്യിൽ വെച്ച് പോകുന്ന വഴിക്ക് കഴിക്കാമെന്നും പറഞ്ഞിട്ട്. കയറി തളർന്ന് ഉപ്പാട് വന്നാണ് മുകളിലോട്ട് കയറിയത്. ആകെ ശോകമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോൾ സത്യം പറഞ്ഞ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. തേരി കയറിയതിനൊരു ഫലമുണ്ടല്ലോ എന്ന് തോന്നി. അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ പ്രകൃതി വരച്ച ഒരു ചിത്രം പോലെ അത് ഫീൽ ചെയ്തു. ചിത്രത്തിൻ്റെ അടുത്ത് നമ്മൾ നിൽക്കുന്നു, അങ്ങനെയാണ് നമുക്കത് തോന്നിയത്. എനിക്ക് മാത്രമല്ല, കൂടെ വന്നവരെല്ലാം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത്രയ്ക്ക് അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ. നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അത് കണ്ട് തന്നെ മനസ്സിലാക്കണം. അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ നദിയിലെ വെള്ളത്തിന് പോലും ഒരു ചലനം ഉണ്ടായിരുന്നില്ല. എന്തോ ഒന്ന് ഫിറ്റ് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നു. അത്രയ്ക്ക് ഭംഗിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു ആന വന്നിട്ട് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ഇവിടെയൊക്കെ വന്ന് കാണുക.
കാരണം എല്ലാവരും ആകെ ക്ഷീണിച്ച് അവശയായി, എല്ലാവർക്കും വിശപ്പടിച്ച്. അങ്ങനെ ഒരു ഫുഡ് അല്ലെങ്കിൽ അന്നേരം ഒരു 2:30-3 മണിയോളം ആയായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അങ്ങനെ മന്തിയാണ് ഓർഡർ ചെയ്തത്. കുട്ടികൾക്കൊക്കെ മന്തി മതി എന്ന് പറഞ്ഞു. അങ്ങനെ മന്തിയാണ് ഓർഡർ ചെയ്തത്. വളരെ നല്ല ഫുഡായിരുന്നു. ഹോട്ടലിൻ്റെ പേര് സത്യത്തിൽ ഞാൻ ഓർമ്മിച്ച് വെച്ചതാണ്, മറന്നുപോയി. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ പോണ രാമക്കൽ മേട്ടിലാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തവും കാണണം. ഓക്കെ, താങ്ക്